വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഹൃദയത്തിന്റെ ധ്യാനങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. സദൃശ്യവാക്യങ്ങൾ 23 അധ്യായം 7 വാക്യം. അവൻ തന്റെ ഹൃദയത്തിൽ ചിന്തിക്കുന്നത് പോലെയാകുന്നു. ഒരു വ്യക്തിയുടെ ഹൃദയത്തിന്റെ ധ്യാനങ്ങൾ, അവന്റെ വായിലെ വാക്കുകൾ, അവന്റെ കൈകളുടെ പ്രവൃത്തികൾ, ഈ മൂന്നും അവന്റെ ആത്മീയ ജീവിതത്തെ നിർവചിക്കുന്നു. വേര് വിശുദ്ധമാണെങ്കിൽ ചെടി വിശുദ്ധമായിരിക്കും. ചെടി വിശുദ്ധമാണെങ്കിൽ മാത്രമേ അതിന്റെ ഫലവും വിശുദ്ധമാകൂ. ഹൃദയത്തിന്റെ ചിന്തകൾ വാക്കുകൾക്ക് ജന്മം നൽകുന്നു. വാക്കുകൾ ഒടുവിൽ പ്രവൃത്തികളായി മാറുന്നു. അതിനാൽ ദൈവമക്കൾ അവരുടെ ഹൃദയത്തിന്റെ ധ്യാനങ്ങളെക്കുറിച്ച് പോലും ജാഗ്രത പാലിക്കണം. ബൈബിൾ പറയുന്നു, എല്ലാ ചിന്തകളെയും ക്രിസ്തുവിൽ അനുസരണത്തിലേക്ക് അടിമകളാക്കി എന്ന് 2 കൊരിന്ത്യർ 10 അധ്യായം 5 വാക്യത്തിൽ കാണാൻ സാധിക്കും. ചിന്തകളുടെ മണ്ഡലത്തിലെ യുദ്ധത്തിൽ വിജയിക്കുന്നവൻ തന്റെ ജീവൻ വിശുദ്ധിയിൽ സംരക്ഷിക്കും. കർത്താവ് നിങ്ങളുടെ ചിന്തകളെ ദൂരെ നിന്നറിയുന്നു. അവന്റെ ദൃഷ്ടിയിൽ നിന്ന് ഒന്നും മറഞ്ഞിരിക്കുന്നില്ല. ഈ ലോകത്തിലെ യേശുവിന്റെ നാളുകളിൽ അവൻ പരീശന്മാരുടെയും സദൂക്യരുടെയും ശാസ്ത്രിമാരുടെയും ചിന്തകൾ അറിഞ്ഞിരുന്നു. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദോഷം നിരൂപിക്കുന്നത് എന്തുകൊണ്ട് എന്ന്. മത്തായി സുവിശേഷം 9 അധ്യായം 4 വാക്യത്തിൽ ഇത് കാണപ്പെടുന്നു. അതുപോലെ നോഹയുടെ കാലത്ത് ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലുതാണെന്നും അവന്റെ ഹൃദയത്തിലെ ചിന്തകളുടെ ഓരോ നിരൂപണവും എപ്പോഴും ദോഷം മാത്രമാണെന്നും കർത്താവ് കണ്ടു എന്ന് ഉൽപ്പത്തി പുസ്തകം 6 അധ്യായം 5 വാക്യത്തിൽ കാണപ്പെടുന്നു. അതിനാൽ നിങ്ങളുടെ ചിന്തകളിൽ അതീവ ജാഗ്രത പാലിക്കുക. സാത്താൻ ചിന്തകളിൽ നുഴഞ്ഞു കയറിയ ഒരു സഹോദരിയെ എനിക്കറിയാം. നിങ്ങൾ ആത്മഹത്യ ചെയ്യണം എന്ന് അവൻ ആവർത്തിച്ചു മന്ത്രിച്ചു. ആ ചിന്ത കൊണ്ടുവന്ന ശത്രുവിനെ അവൾ ശാസിച്ചില്ല. യേശുവിന്റെ രക്തത്തിന്റെ സംരക്ഷണയിൽ അവൾ സ്വയം ഒളിച്ചതുമില്ല. തൽഫലമായി ആ ആത്മഹത്യാ ചിന്തകൾ അനുദിനം ശക്തമായി. ഞാൻ എന്റെ ജീവിതം അവസാനിപ്പിക്കാൻ പോകുന്നു എന്ന് അവൾ ഭർത്താവിനോട് പോലും പറഞ്ഞു. അവൻ അവളുടെ വാക്കുകൾ തിരുത്തിയില്ല. ദുഃഖകരമെന്ന് പറയട്ടെ, ഒരു ദിവസം അവളുടെ ഭർത്താവ് ജോലിക്ക് പോയപ്പോൾ അവൾ സ്വയം മണ്ണെണ്ണയൊഴിച്ചു തീ കൊളുത്തി മരിച്ചു. ഇന്ന് പലരും അവരുടെ ചിന്തകളിൽ പാപകരമായ ഭാവനകൾ വളർത്തുന്നു. സിനിമ കണ്ടതിനു ശേഷം അവർ അശുദ്ധമായ ആഗ്രഹങ്ങൾക്ക് ഇടം നൽകുന്നു. അവസരം വരുമ്പോൾ അവർ ധൈര്യത്തോടെ പാപകരമായ പ്രവൃത്തികളിൽ വീഴുന്നു. പിന്നീട് അവർ നിലവിളിക്കുന്നു, അയ്യോ ഞാൻ പാപം ചെയ്തു എന്ന്. ഒരു വ്യക്തി പ്രവൃത്തിയിൽ പാപം ചെയ്യുന്നതിന് വളരെ മുൻപ് തന്നെ തന്റെ ഹൃദയത്തിൽ പാപം ചെയ്യുന്നു. പ്രവൃത്തി അവൻ ഇതിനകം ഉള്ളിൽ ഗർഭം ധരിച്ച ചിന്തയെ പിന്തുടരുന്നു. ദൈവമക്കളെ, നിങ്ങളുടെ ചിന്തകളെയും ധ്യാനങ്ങളെയും സൂക്ഷിച്ചുകൊള്ളുവീൻ. അതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം യാക്കോബ് 1 അധ്യായം 13-14 വാക്യങ്ങൾ. പരീക്ഷിക്കപ്പെടുമ്പോൾ ആരും ദൈവത്താൽ ഞാൻ പരീക്ഷിക്കപ്പെടുന്നു എന്ന് പറയരുത്. എന്നാൽ ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹങ്ങളാൽ ആകർഷിക്കപ്പെടുകയും വശീകരിക്കപ്പെടുകയും ചെയ്യുമ്പോഴാണ്. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ പുറപ്പാട് 7-8 അധ്യായങ്ങൾ, വൈകുന്നേരം മത്തായി സുവിശേഷം 15 അധ്യായം 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.